ഓക്കെ, നമ്മുടെ വയനാട് ഡിവിഷൻ കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ് ഇന്ന് ഫ്രീ കിക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം പറളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. കമ്പളക്കാടിന് തൊട്ടടുത്തുള്ള സ്ഥലം. അവിടെയുള്ള സ്കൂളിലേക്കാണ് എത്തിയിട്ടുള്ളത്. സ്കൂളിന്റെ പേരൊന്നുകൂടി പറയാം നമുക്ക്. WOLP സ്കൂൾ പറളിക്കുന്ന് അല്ലേ? WOLP സ്കൂൾ പറളിക്കുന്ന്, അവിടെയാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ അരുണ്ടേക്ക നാടാണ്. അപ്പൊ ഈ വേൾഡ് കപ്പ് ഫുട്ബോള് വലിയ ആളുകൾ മാത്രമല്ല, ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതൊരു ലഹരിയാക്കി മാറ്റിയിരിക്കുകയാണ് അവരെല്ലാവരും. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് റാഷിക ഇത്രയും നല്ലൊരു സ്വീകരണം നമുക്ക് ഒരു വൈബ് അല്ലേ? നമ്മുടെ മക്കള് എല്ലാവരും വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ഫ്രീ കിക്കിനെ വെൽക്കം ചെയ്തു എന്നുള്ളത്. എല്ലാവരും വരുമ്പോ ഹർഷ ആരവങ്ങളായിരുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം. കണ്ടില്ലേ, നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ പോർച്ചുഗൽ ഉണ്ട്, ബ്രസീൽ ഉണ്ട്, അർജന്റീന ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മൾ ഇവർക്ക് ഒരു ചെറിയ ഷൂട്ട് ഔട്ട് വെക്കും. ഒപ്പം നമുക്ക് ഇന്ന് സമ്മാനങ്ങൾ നൽകുന്നവരെ കുറിച്ച് അറിയാലോ അല്ലെ? ബ്യൂട്ടി സ്പോർട്സ് സുൽത്താൻ ബത്തേരി കോഴിക്കോട്, രുചിപുര സീ ഫുഡ് ഹബ്ബ്, അറബി കോളേജ് റോഡ് സുൽത്താൻ ബത്തേരി, നമ്മുടെ സ്വന്തം മാണിക്യം ഡിസൈനർ ജ്വല്ലറി, ഇവരൊക്കെ നൽകുന്ന സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർക്ക് കൊടുക്കണം. ഇവരുടെ ഷൂട്ട് ഔട്ട് ഒന്ന് കാണണം. പരമാവധി സമ്മാനങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അല്ലെ? അതുകൊണ്ട് തന്നെ ചിലപ്പോ ചെറിയ ചോദ്യങ്ങൾ, കുറച്ച് വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് വേഗം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുക. എല്ലാ മക്കൾക്കും സമ്മാനം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ നമ്മളിവിടെ തകർക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, തുടങ്ങിയാലോ? ഇനി ഇവരുടെ കൂടെയാണ് നമ്മൾ കുറച്ച് സമയമുള്ളത്. നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ആദ്യം ഷൂട്ട്. അപ്പൊ ഷൂട്ട് ഔട്ടിലേക്ക് നമ്മുടെ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ഈ 3 ടീമിൽ നിന്ന് ഒരു 5 പിള്ളേർ വീതം വരും. അവര് ഷൂട്ട് ഔട്ട് ചെയ്യും. അപ്പൊ അതിൽ എത്ര ആള് മുന്നിട്ട് നിൽക്കുന്നു അവർക്കൊരു സമ്മാനം നമ്മൾ കൊടുക്കും. ഏത് ടീമാണ് അല്ലെ ആ ടീമിന്. ഓക്കെ, റെഡി? 2 സ്കൂളുകളിൽ ഓൾറെഡി നമ്മൾ ചെയ്തു. അപ്പൊ നമ്മൾ ഈ വലിയ സ്ഥലങ്ങളിലേക്കും വലിയ ക്ലബ്ബുകളിലേക്കും പോകുന്നത് അതോടൊപ്പം തന്നെ ഇവരെ കൂടി ചെയ്യുന്നത് ഇവരാണ് ഇനി വരും കാലത്തെ നമ്മുടെ പ്രതീക്ഷ തലമുറ. അപ്പൊ ഇപ്പോ ലഹരി വിരുദ്ധ തൂഫാനൊക്കെ വളരെ സജീവമായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ലഹരി ഉപയോഗിക്കുന്നത് ശരീരത്തിനല്ല, നമ്മുടെ സമൂഹത്തിന്, കുടുംബത്തിനൊക്കെ പ്രശ്നമാണ് എന്നുള്ള ബോധവൽക്കരണം കൂടി നൽകിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഏതായാലും WOLP സ്കൂൾ സ്കൂള് പറളിക്കുന്നില് നമ്മൾ ഇനി അവരെ ഷൂട്ട് ഔട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അഞ്ച് പേര് വെച്ചിട്ടാണ്. ഇപ്പൊ അർജന്റീനയുടെ ഫാൻസ് ഉണ്ട്, പോർച്ചുഗലിന്റെ ഫാൻസ് ഉണ്ട്, ബ്രസീലിന്റെ ഫാൻസ് ഉണ്ട്. 5 കിക്ക് വീതമാണ് ഓരോ ടീമും എടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ കിക്ക് എടുക്കുന്നവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കും. അപ്പൊ ഇതൊരു വലിയ റെഡിയാണ്. വലിയ മത്സരമായിട്ട് കണക്കാക്കണ്ട. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള മക്കളാണ്, കൊച്ചു കുട്ടികളാണ്. റാഷിക്ക് പറഞ്ഞ പോലെ തന്നെ വരും തലമുറ എന്ന് പറയുന്നത് ഈ മക്കളാണ്. പിന്നെ നമ്മൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെ മേയ്ക്കാൻ കുറച്ച് പാടാന്നൊക്കെ പറയും. പക്ഷെ ഇവര് നല്ല അച്ചടക്കമുള്ള കുട്ടികൾ. കാരണം നമ്മൾ വന്നപ്പോ തന്നെ കൃത്യമായിട്ട് ഇരുന്ന് അല്ലെ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് കൂടി കളിക്കുന്നവരാണ് വേൾഡ് കപ്പ് നേടുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും അടുത്ത കളികളൊക്കെ വരുന്നതാണ്. ഇവരൊക്കെ നമ്മളോടൊപ്പം ചേരുന്നവരാണ്. നമ്മൾ ഇനി സമ്മാനം ഇവരെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഇനി കാര്യമുള്ളൂ. അപ്പൊ ഇവർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കാനും പോകുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഇവിടെയാണ് നമ്മുടെ പോസ്റ്റ് ഉള്ളത്. വളരെ ചെറിയ പോസ്റ്റാണ്, ചെറിയ മക്കളായതുകൊണ്ടാണ് ചെറിയ പോസ്റ്റാണ്. ഇത്ര അകലത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കിക്ക് എടുക്കാൻ വരുന്നത് നമ്മുടെ അർജന്റീനക്കാരനാണ്. എന്താ പേര് പറയും? ഷമ്മാസ് ഓൾറെഡി ബൂട്ടൊക്കെ ഇട്ടിട്ടാണ് റെഡി ആയിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഷമ്മാസിന്റെ ഫസ്റ്റ് കിക്ക് എടുക്കാം. റെഡി? ഓക്കെ, ഷമ്മാസ് റെഡി. അടിക്കോ? റെഡി അല്ലേ? ഷമ്മാസ് അടിക്കാം. അവൻ വന്ന എന്തിനാന്ന് ചോദിച്ചു, ഗോൾ അടിക്കാനാണ്. ഓക്കെ, അടിച്ചോ, പോട്ടെ. സാരമില്ല, അടിപൊളി കേട്ടോ. വന്നപ്പോ ചാൻസ് എന്നാണ്. ഒരു കൈതാ ഷെയ്ക്കൻതാ. ഓക്കെ, ഇനി അവിടെ പോയിരിക്കോ? ഔട്ടായി. സാരമില്ല. പോർച്ചുഗൽ 2, അർജന്റീന പോർച്ചുഗൽ 2-2. ബ്രസീല് നല്ല ഷോട്ടായിരുന്നു. നോക്കി റിലാക്സ് ചെയ്ത് അടിച്ചാ മതി. ഇല്ല. ഓക്കെ, അപ്പൊ ബ്രസീല് ഒരു ഗോളും അടിച്ചിട്ടില്ല. ബ്രസീൽ അടിച്ചിട്ടില്ല. പോർച്ചുഗൽ 4. പോർച്ചുഗലിന് കൈയടി കൊടുത്ത് എല്ലാവരും.
അർജന്റീന 2, അങ്ങനെയാണ് ഇപ്പൊ ഗോൾ ഉള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് പോർച്ചുഗൽ ടീമിന് സമ്മാനം കൊടുക്കാം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഒന്ന്. അപ്പൊ നമ്മുടെ WLP സ്കൂളിലെ കുട്ടികളാണ്, പറളിക്കുന്നിലെ കുട്ടികളാണ്. അതോടൊപ്പം അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അവരുടെ ഗുരുനാഥന്മാരാണ് എന്നോടൊപ്പം ഉള്ളത്. ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് നല്ല അച്ചടക്കത്തിൽ എല്ലാവരെയും കൃത്യമായി ഇരുത്തിയിരിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ പറളിക്കുന്നിന്റെ അഭിമാനമായിട്ട് വരാൻ പോകുന്ന ഒരുപാട് താരങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. ഒരുപക്ഷെ നാളെ അറിയപ്പെടുന്ന താരങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മുടെ ഷൂട്ട് ഔട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു. ഇനി ഇവരെ വേറൊരു കാര്യം എന്താ വെച്ചാൽ PTA പ്രസിഡന്റ് ആണ് പുള്ളി. പുള്ളിക്കാണ് ചെറിയ വിഷമം. അതും നെയ്മാറിന്റെ ജേഴ്സിയാണ് ഇട്ടിരിക്കുന്നത്. 10 നമ്പറാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ടീച്ചറുടെ പേര് പറയും. ഏത് ടീമിനാ സപ്പോർട്ട് ചെയ്യുന്നത്? അർജന്റീന. പുള്ളിനെ കണ്ടു പറഞ്ഞാണോ? ഓമോസ് അർജന്റീന. നൗഷിയ, അതും അർജന്റീന. അപ്പൊ നമ്മുടെ HM ഇവിടെ ഉണ്ട്. ടീച്ചർ HM ഏതാണെന്ന് പറയും? അർജന്റീന. നമ്മളെ ഈ സെക്ഷൻ മുഴുവൻ നിങ്ങൾ കൊണ്ടുപോയി. അർജന്റീന. ഓക്കെ, ഇതൊരു അർജന്റീന സ്കൂളായി പ്രഖ്യാപിക്കണം. പേരൊന്ന് പറയോ? വിജി. പോർച്ചുഗൽ. ഒരേ ഒരാളുണ്ട്. ഇത് പിന്നെ ചോദിക്കണ്ട, PTA പ്രസിഡന്റ് വലിയ വിഷമത്തിലാണ്. ടീച്ചേഴ്സ് മുഴുവൻ പിടിച്ചു നിൽക്കുക മുന്നിൽ. എന്തായാലും സന്തോഷമുണ്ട്. എന്നാലും ഒരു ചാൻസ് തരികയാണെങ്കിൽ ഞാൻ അടിക്കും. അത് നമ്മൾ കൊടുത്തിരിക്കും, തന്നിരിക്കും. പേര് പറയും. നൗഷാദ്. PTA പ്രസിഡന്റ് ആണ്. അർജന്റീന. പുള്ളിയുടെ മുഖം കണ്ടാലേ അറിയാം കട്ട അർജന്റീന. അപ്പൊ ഇവിടെ ഉള്ള കുട്ടികളെ പോലെ കൂടുതലും എനിക്ക് തോന്നുന്നത് അർജന്റീനയാണെന്ന്. നമ്മുടെ അർജന്റീന ഫാൻസ് ഒക്കെ ഒന്ന് കൈവക്കിയേ. അർജന്റീന ഫാൻസ്. ബ്രസീൽ. ഓക്കെ, പോർച്ചുഗൽ. ഓക്കെ, അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മളൊരു 2 ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറഞ്ഞാൽ സമ്മാനം തരും. അവർക്ക് വേറൊരു ചെറിയ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ അരുൺ സാർ എങ്ങനെയാണ് പെട്ടെന്ന് അരുണിന്റെ പ്രദേശമാണ്, അരുണാണ് ഇത് ഇവിടെ അറേഞ്ച് ചെയ്തത്. അപ്പോ നമ്മുടെ പാടവും പറമ്പ് എന്ന ഏറ്റവും വിജയകരമായി വയനാട് വിഷൻ ചാനലിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്ന പരിപാടിയുടെ അവതാരകൻ, അതിന്റെ പ്രൊഡ്യൂസർ എല്ലാം അദ്ദേഹമാണ്. അപ്പൊ നമ്മുടെ സമ്മാനം കൊടുക്കുക. ഈ സ്കൂളിന്റെ സാരഥി കൂടി ഉണ്ട്. പേര് പറയും. സലീം. ഏത് ടീമാ? പല ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രസീലാണ്. ഓക്കെ, നമ്മളൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഒരു സമ്മാനമുണ്ട്. ഓക്കെ, ചോദ്യം ടീച്ചേഴ്സിനോടുള്ള ചോദ്യമാണ്. നമ്മൾ ചോദ്യം ചോദിക്കും, ശരി ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. ഓക്കെ, ശബ്ദം കാരണം നമ്മൾ ചോദിക്കാം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഈ വേൾഡ് കപ്പ് എത്രാമത് വേൾഡ് കപ്പാണ്? ഈ വേൾഡ് കപ്പ് എത്രാമത് വേൾഡ് കപ്പാണ് നടക്കുന്നത്? എത്രാമത് വേൾഡ് കപ്പാണ്? എത്രാമത്തെ ലോകകപ്പാണ്? അല്ല, എത്രാമത്തെ ലോകകപ്പാണ് ഇപ്പൊ നടക്കുന്നത്? 23 is right answer. സാറിന് നമ്മുടെ മാണിക്യം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന ചെറിയൊരു സമ്മാനം ഇവിടേക്ക്. അരുണിന്റെ കൊച്ചുമോള് കൂടെ ഉണ്ട്. താങ്ക് യു. അടുത്തൊരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ജപ്പാൻ ആദ്യമായിട്ട് ലോകകപ്പ് കളിച്ച വർഷം ഏതാണ്? 2022 അല്ല, വേറെ 96 വേൾഡ് കപ്പ് ഇല്ല. 26 അല്ല, വളരെ അടുത്തെത്തി. 94 അല്ല, അത് കറക്റ്റ്. 98. ഞാൻ വളരെ അടുത്തെത്തി എന്ന് പറഞ്ഞപ്പോ സാറ് അരുണിന്റെ ടീച്ചറാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. സ്നേഹമുള്ള ടീച്ചറാണ്. അതെ. ടീച്ചർ. ഓക്കെ, ഇനി നമ്മുടെ നേരത്തെ കപ്പടിച്ച ടീം എവിടെ? ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പോർച്ചുഗലിന്റെ താരങ്ങൾക്ക് നമ്മളൊരു 5 കപ്പ് അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ട മാണിക്യം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ്. നേരത്തെ ഗോൾ അടിച്ച 5 പേര് അവർക്ക് നമ്മുടെ അരുൺകുമാർ നമ്മുടെ മാണിക്യം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന ഒരു സമ്മാനം കൊടുക്കുകയാണ്.
പോർച്ചുഗൽ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പോർച്ചുഗലിന്റെ സ്റ്റാർസ് ആണ് ഈ നിൽക്കുന്ന ആളുകളൊക്കെ. ഏതായാലും റൊണാൾഡോ ഈ കപ്പ് കൊണ്ടുപോവുക, കാരണം ലാസ്റ്റ് വേൾഡ് കപ്പാണ് അദ്ദേഹത്തിൻ്റെത്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ. അവർ കൊണ്ടുപോയില്ല എന്നറിയില്ല. ഏതായാലും ഈ പിള്ളേർ മുഴുവൻ അദ്ദേഹത്തിന്റെ ആരാധകരാണ്, പോർച്ചുഗൽ ടീമിന്റെ ഫാൻസ് ആണ്. അപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു സന്തോഷം. കുട്ടികളാണ് കൂടുതൽ. റൊണാൾഡോ CR7 എന്ന് പറഞ്ഞിട്ട് CR7 കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലേ. അതെ, അതെ. അപ്പോൾ നമ്മൾ ഇനി ഇവരുടെ ഒരു അടിപൊളി ഡാൻസിലേക്ക്. ഓക്കെ, റെഡി? സൂപ്പറായിരുന്നു കേട്ടോ, ഗംഭീരായി, അടിപൊളി ഡാൻസ് എല്ലാവരും. ഒരുപാട് സന്തോഷം. നമ്മൾ ഒരാളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താനുണ്ട് ഈ സ്കൂളിലെ, നമുക്ക് വിളിക്കാം അദ്ദേഹത്തെ. നമ്മുടെ ഈ സ്കൂളിന്റെ അഭിമാനമായിട്ട് കഴിഞ്ഞ തവണ ദേശാഭിമാനി അക്ഷരമുറ്റം പരിപാടിയിലും അതുപോലെ മറ്റൊരു ക്വിസ് പ്രോഗ്രാമിലും 1 ലക്ഷം രൂപയോളം ഉള്ള സമ്മാനങ്ങൾ വാങ്ങിയ ആളാണല്ലേ, പേര് പറയും? എന്താണ്? ശ്രീദേവ് അമ്പാടി. സംസ്ഥാന തലത്തില് പ്രൈസ് വാങ്ങി ഈ സ്കൂളിന്റെ അഭിമാനമായിട്ടുള്ള ആളാണ് നമ്മുടെ ദേവ്. അപ്പൊ ഏതായാലും അമ്പാടി എന്താണ് വിളിക്കുക? എന്താ വിളിക്കുക മോനെ? അമ്പാടി. അപ്പൊ അമ്പാടി കണ്ണനാണ് നമ്മുടെ ഈ സ്കൂളിന്റെ മെസ്സി ഫാനാണ് ആള്. ഏത് ടീമാ? അർജന്റീന. പഠിക്കോ? സ്പെഷ്യൽ സമ്മാനം നമ്മുടെ ശ്രീദേവിന് കൊടുക്കണം. നമ്മുടെ പ്രിയപ്പെട്ട അരുൺകുമാർ തന്നെയാണ് ശ്രീദേവിന് ഈ ഒരു സമ്മാനവും നൽകുന്നത്. കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നൽകുന്ന ഒരു സമ്മാനമാണ്. ഞങ്ങള് പല സ്ഥലങ്ങളിലും പോയി പല പരിപാടികളിലൊക്കെ പങ്കെടുത്തു. പക്ഷെ ഏറ്റവും നല്ലൊരു വൈബ് കിട്ടിയ ഒരു സ്കൂൾ കൂടിയാണ് നമ്മുടെ ഈ സ്വന്തം സ്കൂൾ പറളിക്കുന്ന്. ഓക്കെ, ചെറിയ കുട്ടികളാണെങ്കിലും നല്ല സ്നേഹമുള്ള നല്ല അടിപൊളി കുട്ടികള്. ഒരുപാട് നല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷം, സ്നേഹം. WLP സ്കൂൾ പറളിക്കുന്നിലെ മുഴുവൻ ആളുകൾക്കും ഒരുപാട് സ്നേഹം അറിയിക്കാം. മക്കള്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.